ആ ജാസ്മിൻ എന്ന് പറയുന്ന തേർഡ് റേറ്റ് ചീപ്പ് ഷോ കാണിക്കുന്ന വൃത്തികെട്ടവളുണ്ടല്ലോ, അവളെ ഇനിയും അവിടെ നിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അഫ്സൽ എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച, അവളെ ജീവന തുല്യം സ്നേഹിച്ച ഒരു വ്യക്തിയെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഷോയിൽ നിന്നു പോകാൻ, ആ ഷോയിലെ വിന്നർ ആവാൻ വേണ്ടിയിട്ട് വെറും കറിവേപ്പില പോലെ ഉരിഞ്ഞു കളഞ്ഞ ഇവളെ എന്തിനാണ് വീണ്ടും അവിടെ ജനം നിർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ജനം നിർത്തിയിരിക്കുന്നതാണോ അതോ ഏഷ്യാനെറ്റിൻ്റെയും ബിഗ് ബോസിൻ്റെയും പ്രത്യേക താല്പര്യപ്രകാരം അവൾ അവിടെ നിന്നു പോകുന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. നമുക്ക് തുടങ്ങാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥികളിലൊന്നാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. തുടക്ക സമയങ്ങളിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്ന സമയങ്ങളിൽ കരുത്തുറ്റ ഒരു മത്സരാർത്ഥിയായിട്ടൊക്കെ തന്നെയാണ് നമുക്ക് അവളെ തോന്നിയിരുന്നത്. എന്നാൽ പിന്നീട് ലവ് ഒരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കുകയും മറ്റ് സീസണുകളിലെ പോലെ തന്നെ ലവ് സ്ട്രാറ്റജി പിടിച്ചാൽ കുറച്ചു കാലം കൂടെ നിന്നു പോകാം എന്നുള്ള ധാരണയിൽ ഗബ്രി എന്ന് പറയുന്ന മറ്റൊരു മത്സരാർത്ഥിയെ കൂട്ടുപിടിക്കുകയും അവനുമായി ഫ്രണ്ട്ഷിപ്പ് എന്ന വ്യാജേന പ്രണയ സ്ട്രാറ്റജിയിലേക്ക് പോവുകയും ഫ്രണ്ട്ഷിപ്പാണോ അല്ല, പ്രണയമാണോ അല്ല എന്ന് ജനങ്ങളെയും മറ്റു മത്സരാർത്ഥികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാട്ടിക്കൂട്ടുകയും ചെയ്യുകയും അവസാനം അവനെ അവിടുന്ന് ഇറക്കി വിടാനുള്ള സ്ഥിതിയിലേക്ക് വരെ എത്തിക്കുകയും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഗബ്രി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയോട് വെറുപ്പ് തോന്നുകയും അത് വെച്ച് മുതലെടുക്കുകയും ചെയ്ത ഇത്ര വൃത്തികെട്ട ഒരു ഗെയിമറാണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. അത് എല്ലാ പ്രേക്ഷകർക്കും അറിയാവുന്നതാണ്, എല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. എന്നാൽ ജാസ്മിൻ ജാഫറിൻ്റെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചതും വിവാഹം ഇറങ്ങിയതിന് ശേഷം വിവാഹം ഉടനെ ഉണ്ടാവുമെന്നുള്ള വാക്കാലാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ എത്തിയത്. എന്നാൽ താൻ കമ്മിറ്റഡ് ആണെന്നുള്ള വിവരം മറച്ചു വെച്ചുകൊണ്ടാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിലനിന്നത്. അത് ഒരു പ്രണയ നാടകം രൂപീകരിക്കാനും അതിൽ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ട് വിന്നർ ആവാനും വേണ്ടിയിട്ടുള്ള ഒരു കള്ളത്തരമായിരുന്നു പോലും. ഇതിന് കൂട്ടുനിന്നതാവട്ടെ ജാസ്മിൻ്റെ ഫാമിലിയിലുള്ള ജാസ്മിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ കമ്മിറ്റഡ് ആണെന്നുള്ള വിവരം അവിടെ പറയാതിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒളിയുടെയും മറയുടെയും ആവശ്യം? അവൻ വാങ്ങിച്ചു കൊടുത്ത്, അതായത് ജാസ്മിനെ വിവാഹം കഴിക്കാൻ പോകുന്ന, അല്ലെ വിവാഹം കഴിക്കാൻ ഇരിക്കുന്ന അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള പല തുണികളും മറ്റ് സാധനങ്ങളുമാണ് ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ ഉപയോഗിക്കുന്നത് പോലും. എന്നിട്ട് എന്തിനാണ് ജാസ്മിൻ കമ്മിറ്റഡ് ആണെന്നുള്ളൊരു വിവരം ബിഗ് ബോസ് ഹൗസിൽ പറയരുതെന്ന് ജാസ്മിൻ്റെ അച്ഛൻ വിലക്കിയത്? ഇതിനൊറ്റ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ, ഏത് രീതിയിലും വിന്നർ ആവുക. രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതം വെച്ചാണ് ജാസ്മിനും ജാസ്മിൻ്റെ ഫാമിലിയും കളിച്ചുകൊണ്ടിരുന്നത്. രണ്ട് ചെറുപ്പക്കാരുടെ, ഒന്ന് ഗബ്രിയുടെയും ഒന്ന് അഫ്സലിൻ്റെയും. തൻ്റെ പ്രിയതമ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടി കരുതലോടെ ഇരുന്ന അഫ്സലിനാണ് ഇങ്ങനൊരു അവസ്ഥ പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഗബ്രി ജാസ്മിൻ്റെ സ്നേഹം റിയലായിട്ടുള്ളതാണെന്ന് വിശ്വസിച്ച് താനും അതുപോലെ തന്നെ നിൽക്കുകയും പ്രേക്ഷകരെ എല്ലാം മണ്ടരാക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ഗബ്രിക്ക് അവിടുന്ന് പുറത്താവേണ്ടി വന്നു. ഗബ്രി ഇപ്പോൾ സൈബർ ബുള്ളിങ്ങിന് വലിയൊരു ഇരയായിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ജാസ്മിൻ്റെ ആർമി അഫ്സലിനെ വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അഫ്സലിൻ്റെ ഒരു ലൈവ് ഈയിടെ കാണാൻ ഇടവന്നു. വളരെ കഷ്ടം തോന്നുന്ന രീതിയിലായിരുന്നു അഫ്സൽ സംസാരിച്ചിരുന്നത്. അഫ്സൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനൊന്നും വേണ്ട, അവളെയും വേണ്ട, അവൾക്ക് കൊടുത്ത സാധനങ്ങളും വേണ്ട, പക്ഷേ അവനെ ഇങ്ങനെ നാണം കെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യരുതെന്ന് കേണു പറയുകയാണ് ആ മനുഷ്യൻ. അതുപോലെ തന്നെ ജാസ്മിൻ ജിൻഡോയുടെ അടുത്തിരുന്ന് വെളുപ്പിക്കുന്നത് കണ്ടു. ഞാനും അഫ്സലും തമ്മിൽ പരിചയമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള മറ്റു രീതിയിലുള്ള ബന്ധങ്ങളൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ, പിന്നെ പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ജാസ്മിൻ ബന്ധമില്ല എന്ന് പറയുന്ന ഈ ജാസ്മിൻ ഈ അഫ്സലുമായി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത്, ഒരുമിച്ചിരുന്നുള്ള പല രീതിയിലുള്ള, അതായത് പാർട്ട്നേഴ്സ് തമ്മിൽ അല്ലെ പ്രണയിക്കുന്നവർ തമ്മിൽ എടുക്കുന്ന രീതിയിലുള്ള ഫോട്ടോകൾ, വീഡിയോകൾ തുടങ്ങിയതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. ഇവക്കൊരു ബോധവും വിവരവും ഇല്ലയോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇവക്ക് ഫാൻസ് ഉള്ളതുപോലെ തന്നെ ആ ബിഗ് ബോസ് ഹൗസിൽ മറ്റു പലർക്കും ഉണ്ട് ഫാൻസുകാർ ഇല്ലേ? അവരിതെല്ലാം കുത്തിപ്പൊക്കുമെന്നും അവരിതെല്ലാം മറ്റു ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ഈ മന്ദബുദ്ധിയായിട്ടുള്ള വിവരമില്ലാത്ത ജാസ്മിന് മനസ്സിലാവുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിൻഡോയുടെ അടുത്ത് പോയി കുമ്പസരിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഇങ്ങനൊന്നുമില്ല, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെന്താ മണ്ടരാണോ? ഇവളെ പിന്നെ അവിടെ നിലനിർത്തി പോകുന്ന മണ്ടന്മാരാരാണെന്നാണ് മനസ്സിലാകാൻ സാധിക്കാതെ പോകുന്നത്. ഗബ്രി പുറത്തുപോയ ശേഷം കരഞ്ഞു കൂവി നടന്നിരുന്ന ജാസ്മിൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഗബ്രി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു എന്ന് പോലുമുള്ള
ഓർമ്മയേ ഇല്ല. ജാസ്മിൻ്റെ അച്ഛനും അമ്മയും കൂടെ പോകുന്നതിന് ശേഷം അവർ ബാത്റൂമിൽ പോകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ പുറത്തുനിന്ന് ജാസ്മിൻ മൈക്ക് ഊരി വെച്ചത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവർ തമ്മിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ട്. അതിനുശേഷം ജാസ്മിൻ ഗബ്രിയുടെ പേര് പറയുന്നതേയില്ല, ഒരു എപ്പിസോഡ്സിലും ഇല്ല. പുള്ളിക്കാരി പഴയ രീതിയിലേക്ക് തന്നെ, അതായത് പുള്ളിക്കാരിയുടെ ലവ് സ്ട്രാറ്റജി മാറി ഇപ്പോൾ ഒരു സ്ട്രോങ് വുമൺ എന്നുള്ള പട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് അഭിഷേകിനെ ഒന്ന് വലയിലാക്കാനും ജാസ്മിൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ബുദ്ധിമാനായിട്ടുള്ള അഭിഷേകിന് കാര്യം മനസ്സിലാവുകയും ഇവളിൽ നിന്ന് നൈസായിട്ട് സ്കൂട്ടാവുകയും ചെയ്തു. ആ വീഡിയോസൊക്കെ വൈറലായിട്ടുണ്ട്. ജാസ്മിൻ്റെ ആർമിക്കാർ അതൊക്കെ ഒന്ന് കണ്ടിരുന്നാൽ നന്നായിരുന്നു. ആർമിയൊക്കെ ആവാം, പക്ഷെ മറ്റുള്ളവരുടെ നെഞ്ചത്ത് ചവിട്ടിയിട്ടുള്ള ഈ ആർമിത്തര അത്ര നന്നായിട്ടുള്ള കാര്യം. സ്വന്തമായി ചീത്തപ്പേര് കിട്ടിയാലും വേണ്ടിയില്ല, മനുഷ്യർ സ്വന്തമായി തെറി വിളിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് സ്ക്രീൻ ഫേസ് മതി, സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കണം, അതേപോലെ തന്നെ ഞങ്ങൾക്ക് പണം ഉണ്ടാക്കണം. ഇങ്ങനെ തുനിഞ്ഞിറങ്ങുന്ന കുറച്ച് അപൂർവം ചില വൃത്തികെട്ട മനുഷ്യരുണ്ട് ഈ ലോകത്ത്. അതിലൊരാളാണ് ജാസ്മിനും ജാസ്മിൻ്റെ കുടുംബവും. ഇപ്പോൾ ചോദിക്കും ജാസ്മിൻ്റെ കുടുംബത്തിനെ എന്തിനാണ് പറയുന്നതെന്ന്. ജാസ്മിൻ ഇങ്ങനെ ഒരു സംഭവം കാണിക്കുന്നതിൽ 100% പങ്കും ജാസ്മിൻ്റെ കുടുംബം വഹിക്കുന്നുണ്ട്. കാരണം ജാസ്മിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ, പരാമർശങ്ങൾ, അവിടെ വന്നിട്ട് കാണിച്ച നാടകങ്ങൾ, ഇതിനകത്തിൽ നിന്നെല്ലാം ചോറ് കഴിക്കുന്ന ഒരു മനുഷ്യനത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ജാസ്മിൻ്റെ അച്ഛൻ ജാസ്മിൻ്റെ അച്ഛൻ സായി ഉള്ളിലേക്ക് പോകാൻ നേരത്ത് സായിയുടെ അടുത്ത് വിളിച്ച് ഗബ്രിയെ ഭയങ്കരമായി തെറിയും ചീത്തയും വിളിക്കുന്നു. അതേപോലെ തന്നെ തെറി കേൾക്കാനും ചീത്തവിളി കിട്ടാനും അർഹതയുള്ളൊരു വ്യക്തി തന്നെയാണ് ജാസ്മിൻ. എന്തുകൊണ്ടാണ് നിങ്ങൾ ജാസ്മിനെ വിലക്കുന്നില്ല? അവിടെ വന്നപ്പോഴും മോളെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് മോക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്തിട്ടല്ലേ പോയത്? ജാസ്മിൻ കാണിക്കുന്നത് തെറ്റാണെന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു കരുതൽ അവർക്ക് അവിടെ കൊടുത്തോ? ഇല്ല. ജാസ്മിൻ്റെ അച്ഛനും അമ്മയും കൂടെ ജാസ്മിൻ കാണിക്കുന്നതെല്ലാം ശരിയാണ്, നീ ഇങ്ങനെ തന്നെ ഗെയിം കളിക്കുക, നീ നല്ലൊരു ഗെയിമറാണ്, നീ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുക, ഇതെല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്ന് അമ്മയ്ക്കറിയാം, അല്ലെ അച്ഛനറിയാം എന്നുള്ള രീതിയിൽ അവർക്ക് കോൺഫിഡൻസ് കൊടുക്കുകയാണ്. കാരണം പുറത്ത് അവളെ വാനോളം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളും പ്രേക്ഷകരും പൊക്കി വെച്ചിരിക്കുകയാണെന്നുള്ളൊരു ധാരണയാണ് മകൾക്ക് ജാസ്മിൻ്റെ അച്ഛനും അമ്മയും കൊടുത്ത ഉപദേശം. ഇത് തന്നെ മകൾ കപ്പും കൊണ്ട് വരണം. ഏത് രീതിയിൽ വേണമെങ്കിലും കളിച്ചോ, ഏത് മോശപ്പെട്ട രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അഭിനയിച്ചോ, 3.5 കോടി ജനങ്ങൾ കാണുന്നൊരു റിയാലിറ്റി ഷോയിൽ അഴിഞ്ഞാടുന്ന കാര്യമാണ് ഈ പറയുന്നത്. അങ്ങനെ കാണിച്ചോ. നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട് ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ്, ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലിയാണ്. ഇതാണോ ഓർത്തഡോക്സ് ഫാമിലി? ഓർത്തഡോക്സ് ഫാമിലിയിലുള്ള ഒരാളാണെന്ന് പറഞ്ഞ് ആരോടും മിണ്ടരുത്, സംസാരിക്കരുതെന്നൊന്നുമല്ല. അവൾ ഒരാൾക്ക് വാക്ക് കൊടുക്കാതെ, അല്ലെ ഒരു കമ്മിറ്റഡ് ആവാതെ വന്നൊരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഗബ്രിയുമായി കാണിച്ച രംഗങ്ങളൊക്കെ ഞങ്ങൾ പ്രേക്ഷകർ അംഗീകരിക്കാമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു കൗതുകം, സ്നേഹം, ഇതൊക്കെ തോന്നിയേനെ. സീസൺ 1 പേളിയെയും ശ്രീനിഷിനെയും പോലൊക്കെ. എന്നാൽ ഇതങ്ങനെയേ അല്ല. കാരണം ഇതെന്ന് പറയുന്നത് ഒരു നാടകമാണ്. പ്രണയം എന്ന് പറയുന്നൊരു നാടകമാണ്. 2 ചെറുപ്പക്കാരെ ഇട്ടിട്ട് പന്ത് തട്ടി കളിക്കുന്ന നാടകമാണ് ജാസ്മിനും ജാസ്മിൻ്റെ ഫാമിലിയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയോട് ഇത്രയ്ക്ക് വിരോധവും ദേഷ്യവും പ്രേക്ഷകർക്കുണ്ടാകുന്നത്. ഇവളെ ആരാണ് വീണ്ടും അവിടെ നിർത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇത്രയ്ക്ക് തേർഡ് റേറ്റ് ഷോ കാണിക്കുന്ന ഇവിടെ ഫാമിലിയും ഇത്രയ്ക്ക് അഴിഞ്ഞാടി നിൽക്കുന്ന ഇവരെ പിന്നെയും ആരാണ് അവിടെ നിർത്തി പോകുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല.